ദേവികയുടെ ജോലി ആണുങ്ങളുടെ ഹോസ്റ്റലിലാണ്. പക്ഷേ അതുകൊണ്ട് ദേവികയ്ക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വലിയ കുഴപ്പങ്ങളൊന്നുമില്ല, എല്ലാം നന്നായിട്ട് പോകുന്നുണ്ട്. പക്ഷേ ഇവിടെ വേറെ ചിലർക്ക് വല്ലാത്ത കുഴപ്പമാണ്. ഏതായാലും ആ കുഴപ്പങ്ങളെപ്പറ്റി നമുക്കൊന്ന് കേട്ടു നോക്കാം. മാഡം, എൻ്റെ പേര് ദേവിക. വിവാഹം കഴിഞ്ഞിട്ട് 3 വർഷമായി. കുട്ടികളില്ല. ആദ്യം ഹസ്ബൻഡ് ഗൾഫിലായിരുന്നു. പിന്നീട് അവിടുത്തെ ജോലി കളഞ്ഞ് നാട്ടിൽ വന്നു. കുറച്ച് നാളൊക്കെ പുള്ളി ഒരു ജോലിയും ചെയ്യാൻ നിന്നു. അത് വീട്ടിൽ പല പ്രശ്നങ്ങൾക്കും കാരണമായി. സാമ്പത്തികമായി പ്രശ്നങ്ങളുമുണ്ട്. ഇപ്പോൾ മലപ്പുറത്ത് ഒരു ഫാക്ടറിയിൽ പുള്ളി ജോലി ചെയ്യുകയാണ്. ഗൾഫിലെ അതേ ജോലിയാണ് ഇവിടെയും ചെയ്യുന്നത്. സാലറിയൊക്കെ വളരെ കുറവാണ്. ഇവിടെ വീട്ടിൽ അമ്മായിമ്മ മാത്രമേ ഉള്ളൂ. എൻ്റെ വീട്ടിൽ അമ്മയും അനിയനുമുണ്ട്. അനിയന് ഇപ്പോഴാണ് ചെറിയൊരു ജോലിയായത്. അമ്മായിമ്മയും മകനുമായിട്ട് മിക്കവാറും ദിവസങ്ങളിൽ വഴക്കായിരിക്കും. സുന്ദരിയായ ഭാര്യയും കണ്ടുകൊണ്ട് ജോലിയൊന്നും ചെയ്യാതെ വീട്ടിൽ തന്നെ ഇരിക്കുക ഹസ്ബൻഡ് എന്ന് പറഞ്ഞ് മിക്കവാറും ഹസ്ബൻഡിനോട് വഴക്കുണ്ടാക്കും. എന്നോട് അധികം വഴക്കുണ്ടാക്കാൻ വരില്ല. കാര്യം ഞാനും തിരിച്ചു പറയും. ഹസ്ബൻഡ് ഇതൊക്കെ കേട്ടുകഴിഞ്ഞാലും പ്രത്യേകിച്ച് ഭാവഭേദമൊന്നുമില്ലാതെ അവിടെ ഇരിക്കുന്ന ടൈപ്പാണ്. ചുരുക്കം പറഞ്ഞാൽ ഇവർക്ക് 2 പേർക്ക് നടുവിൽ ഞാൻ ഒത്തിരി വലഞ്ഞു. ഇതിനിടയ്ക്ക് ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ജോലി ചെയ്യാൻ വയ്യെങ്കിൽ ഓക്കെ, ഞാൻ ജോലിക്ക് പോകട്ടെ. ഇവിടെ സുഖമായ സന്തോഷമായിട്ട് ഒന്ന് ജീവിക്കണമെന്നുണ്ട്. അപ്പോൾ ഹസ്ബൻഡ് ഞാൻ ജോലിക്ക് പോകണ്ടെന്ന് പറഞ്ഞു. അത് കേട്ട് അമ്മായിമ്മ പറഞ്ഞു, സുന്ദരിയായിട്ടുള്ളവളെ വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൾ വേലിയോ മതിലോ വല്ലതും ചാടിപ്പോകുന്ന നിനക്ക് പേടിയാണോടാ, അതുകൊണ്ടാണ് വിടാത്തത്. അതും നിന്നെ പോലൊരുത്തിനെ കൂടെ നിൽക്കുന്നല്ലേ, അവൾ വേണമെങ്കിൽ ചൈനയിലെ വൻമതിൽ വേണമെങ്കിലും ചാടിപ്പോകും എന്നൊക്കെ പറയും. കടുപ്പിച്ചാണ് പറയുന്നത്. അമ്മായിമ്മയ്ക്ക് ആവശ്യത്തിൽ കൂടുതൽ ആരോഗ്യവും ചെറുപ്പമൊക്കെ ഉണ്ട്. എന്നാൽ അമ്മ ജോലിക്ക് പോകാൻ ഒരു ദിവസം ഞാൻ പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും എന്നോട് കൂടുതൽ വിരോധമായി. പിന്നെ അധികം ഞങ്ങൾ തമ്മിൽ മിണ്ടാട്ടമില്ല. ഇതിനിടയ്ക്ക് ഹസ്ബൻഡ് മലപ്പുറത്ത് ജോലി കിട്ടിയല്ലോ. അങ്ങ് പോയി കഴിയുമ്പോഴേക്കും കറക്റ്റായിട്ട് കുറച്ചെങ്കിലും മാസ ശമ്പളം കിട്ടും. അത് അയച്ചു തരുന്നുണ്ട്. കുറച്ച് അമ്മയ്ക്കും കൊടുക്കും, കുറച്ച് എനിക്കും തരും. എന്നാലും ഇത്തിരി പ്രയാസമാണ്. അങ്ങനെ പുള്ളിക്കൊരു ജോലി കിട്ടിക്കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഇവിടെ എന്തെങ്കിലും ജോലി ഞാൻ നോക്കാൻ പോവുകയാണ്. നിങ്ങളെന്തായാലും മാസത്തിൽ ഒരിക്കലേ വരുള്ളല്ലോ എന്ന് പറഞ്ഞു. ആ എങ്കിൽ നീ നോക്കാൻ പറഞ്ഞു. എന്തോ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും മനസ്സൊന്ന് മാറി. അങ്ങനെയാണ് ഞാൻ ജോലി നോക്കാൻ തുടങ്ങിയത്. പല ജോലികളും കറക്റ്റ് അങ്ങോട്ട് ശരിയാകുന്നില്ല. അപ്പോഴാണ് തൊട്ടപ്പുറത്തെ വീട്ടിലെ പ്രവീണ ചേച്ചിയുണ്ട്. പുള്ളിക്കാരി ഒരു ഫ്ലാറ്റിൽ ജോലിക്ക് പോകുന്നുണ്ട്. ഈ കഥ അറിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ചേച്ചി പറഞ്ഞു, എടി മോളെ, ഞാൻ പോകുന്ന ആ ഒരു ഫ്ലാറ്റില്ലേ, അതിന് തൊട്ടപ്പുറത്ത് ഒരു ഹോസ്റ്റലുണ്ട്. ജെൻസിൻ്റെ ഹോസ്റ്റലാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വലിയ IT കമ്പനിയിലെ വിവാഹിതരല്ലാത്ത കുറേ പിള്ളേരാണ് അവിടെ താമസിക്കുന്നത്. എന്ന് വെച്ചാൽ മാക്സിമം ഒരു 32 വയസ്സിന് താഴെയുള്ള ആൾക്കാർ മാത്രമേ അവിടെയുള്ളൂ. അത് കമ്പനിയുടെ കറക്റ്റ് ഹോസ്റ്റലാണോ എന്ന് എനിക്കറിയില്ല. എന്നാലും അവിടെ ഫുഡും മറ്റു കാര്യങ്ങളുമൊക്കെ എല്ലാം അവർ അറേഞ്ച് ചെയ്ത് കൊടുക്കും. പിന്നെ ലോണ്ടറി ഉണ്ട്, അതൊക്കെ അവിടെ നോക്കണം. താഴെ അതിനുള്ള ഫെസിലിറ്റി എല്ലാം ഉണ്ട്. സാധാരണ ഹോസ്റ്റൽ പോലെയല്ല, ഇത്തിരി റിച്ച് ഹോസ്റ്റലാണ്. അവിടെ കുക്കായി നിൽക്കുന്ന ഒരു ചേച്ചിയുണ്ട്. ആ ചേച്ചി എന്നോട് കഴിഞ്ഞ ദിവസം പറഞ്ഞു, ഇവിടെ ഒരാളെ ആവശ്യമുണ്ട്, ചെറുപ്പക്കാരിയായിരിക്കണം, പിന്നെ സുന്ദരിയായിരിക്കണം. അതെന്താ ചേച്ചി അങ്ങനെ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ചേച്ചി പറഞ്ഞത്, എടി ഇവിടെ റിച്ചായിട്ടുള്ള ആമ്പിളരാണ് താമസിക്കുന്നത്. അവർക്ക് വളരെ നല്ല ലുക്കുള്ള ഒരാളെയാണ് ആവശ്യം. ഇവിടെ നേരത്തെ നിന്നിരുന്ന പെൺകുട്ടികളൊക്കെ ഇല്ലയോ, എന്തെങ്കിലുമൊക്കെ കുറ്റം പറഞ്ഞിട്ട് അവർ കംപ്ലൈൻറ്റ് ചെയ്ത് പലപ്പോഴും അവർ 6 മാസം തികച്ചു നിൽക്കില്ല. ഇപ്പോൾ ഒരു വേക്കൻസി ഉണ്ട്. പ്രത്യേകിച്ച് വലിയ പണിയൊന്നുമില്ല. രാവിലെ എല്ലാം അറേഞ്ച് ചെയ്യണം. ടേബിളിൽ ഫുഡ് ഐറ്റംസ് ഒക്കെയാണ്. എന്നിട്ട് ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞ് വിളമ്പി കൊടുക്കണം, അത്രയേ ഉള്ളൂ. അവർ വിളമ്പി കഴിച്ചോളും, പ്രശ്നമൊന്നുമില്ല. ജസ്റ്റ് ഒരാൾ ഫുഡ് ഹാളിൽ ആവശ്യമുണ്ട്, അത്ര മാത്രമേ ഉള്ളൂ. ഉച്ചയ്ക്കും അങ്ങനെ തന്നെ. പിന്നെ വൈകുന്നേരം ആകുമ്പോഴേക്കും നമ്മളവിടെ നിൽക്കേണ്ട കാര്യമില്ല. എല്ലാം പാക്ക് ചെയ്ത് അവിടെ വെച്ചിരുന്നാൽ മാത്രം മതി, അവരെടുത്ത് കഴിച്ചോളും. പക്ഷേ രാവിലെ 7:30 മുതൽ വൈകുന്നേരം ഒരു 6:30-7 മണി വരെയെങ്കിലും നിൽക്കേണ്ടി വരും. അതിനെപ്പറ്റി ആരെങ്കിലും ഉണ്ടെങ്കിൽ നല്ല സാലറി കിട്ടുമെന്ന് പറഞ്ഞു. അത് നല്ലൊരു ഓപ്ഷനാണെന്ന് എനിക്ക് തോന്നി. ചേച്ചി എത്ര രൂപ സാലറി കിട്ടും എന്ന് ചോദിച്ചപ്പോൾ ചേച്ചി പറഞ്ഞു, എടി ഞാൻ ചോദിച്ചിട്ട് പറയാമെന്ന്. എൻ്റെ ഒരു ഫോട്ടോ ചേച്ചി എടുത്തു. അവിടുത്തെ ചീഫ് കുക്കിനെ കാണിക്കാൻ വേണ്ടിയാണ്. എൻ്റെ ഫോട്ടോ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അവർ പറഞ്ഞത് സ്റ്റാർട്ടിങ് 23,000 രൂപ കൊടുക്കാം, വരാൻ പറ, നല്ലൊരു പെങ്കൊച്ചാണല്ലോ എന്ന്. അതൊക്കെ കിട്ടി കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് സന്തോഷമായി. 23,000 രൂപ അത് നല്ലൊരു ഫെയർ എമൗണ്ടാണ്. ഈ ഒരു സിറ്റുവേഷനിൽ അത് വലിയൊരു കാര്യം. അങ്ങനെ ഞാൻ ഭർത്താവിനോട് അമ്മായിമ്മയോട് പറഞ്ഞു. എന്നിട്ട് ഒരു ക്യാൻറ്റീനിലാണ് നിൽക്കുന്നത്. ലേഡീസ് ഹോസ്റ്റലാണെന്നാണ് പറഞ്ഞത്. ബോയ്സ് ഹോസ്റ്റൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പ്രശ്നമാകുമല്ലോ എന്നോർത്തിട്ട് പ്രവീണ ചേച്ചിയെ കൊണ്ട് തന്നെ ഞാൻ പറയിപ്പിച്ചു. അങ്ങനെ കഴിഞ്ഞപ്പോഴേക്കും ഹസ്ബൻഡിനും എൻ്റെ അമ്മായിമ്മയ്ക്കും വിശ്വാസമായി. എൻ്റെ അമ്മയ്ക്ക് പ്രശ്നമൊന്നുമില്ല. അല്ലാതെ ഞാൻ ബോയ്സ് ഹോസ്റ്റലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അമ്മയും സമ്മതിക്കില്ല. അമ്മയും പറയും പിന്നെ അത്ര ആണുങ്ങളുള്ളിടത്തൊന്നും പോകരുതെന്ന്. സാമാന്യം സൗന്ദര്യം എനിക്കുണ്ടെന്നാണ് തോന്നുന്നത്. പിന്നെ വേറെ കാര്യമുണ്ട്, കല്യാണം കഴിച്ചിട്ടും എനിക്ക് പ്രത്യേകിച്ച് രൂപമാറ്റങ്ങളോ ഭാവമാറ്റങ്ങളോ
ഒന്നും പ്രത്യേകിച്ച് വന്നിട്ടില്ല. പിന്നെ അത് മാത്രമല്ല, എല്ലാം ഇത്തിരി ആവശ്യത്തിൽ കൂടുതൽ ഉണ്ട്. ഭർത്താവ് തന്നെ എന്നോട് പറയാറുണ്ട്, ഇളനീർക്കുടങ്ങൾ ഉടയ്ക്കാൻ വേണ്ടിയിട്ടാണ് നിന്നെ കല്യാണം കഴിച്ചതെന്ന്. അതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് സന്തോഷമാണ്. പക്ഷേ കല്യാണത്തിന് മുമ്പ് എൻ്റെ ആ ഒരു പ്രഭാവം ഞാൻ തിരിച്ചറിഞ്ഞില്ല. കാര്യം പല ആണുങ്ങളും എൻ്റെ പുറകെ നടക്കുമ്പോഴേക്കും എനിക്ക് ഇറിറ്റേഷനായിരുന്നു. അപ്പോൾ ആസ്വദിക്കേണ്ട കാര്യങ്ങളൊന്നും എൻ്റെ ജീവിതത്തിൽ നന്നായി ഞാൻ ആസ്വദിച്ചിട്ടില്ല. വിവാഹം കഴിഞ്ഞപ്പോഴേക്കും എന്തൊക്കെ ജീവിതത്തിലെ ബുദ്ധിമുട്ടുകളാണ്. ഇതൊന്നും വേണ്ടായിരുന്നു എന്ന് എനിക്ക് പലവട്ടം തോന്നിയിട്ടുണ്ട്. ഒരു കുട്ടിയും ഇതിനിടയ്ക്ക് ഉണ്ടായിരുന്നെങ്കിൽ വലിയ ബുദ്ധിമുട്ടായേനെയും. പക്ഷേ അതൊന്നും സംഭവിക്കാതെ മുന്നോട്ട് പോകുന്നു. എന്താണ് കാരണമെന്ന് ഞാനോ ഭർത്താവോ ഒരിക്കലും നോക്കിയിട്ടുമില്ല. അതിന് കാരണം പ്രോപ്പറായിട്ട് ജോലിയോ മറ്റോ കിട്ടിയിട്ട് വേണ്ടേ. അത് അങ്ങനെ ഇരുന്നോട്ടെ എന്ന് ഞങ്ങൾ വിചാരിച്ചു. എങ്കിലും എൻ്റെ അമ്മയും അമ്മായിയമ്മയും ഇടയ്ക്കിടയ്ക്ക് എന്നെ കുത്തി നോവിക്കാറുണ്ട്. ഞാൻ മൈൻഡ് ചെയ്യാറില്ല. പ്രവീണ ചേച്ചി പറഞ്ഞതനുസരിച്ചിട്ട് ഞാൻ ഇവിടുത്തെ ചീഫ് കുക്കായി ചേച്ചിയുടെ അടുത്ത് ചെന്നു. മല്ലിക ചേച്ചി എന്നെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഓടി വന്ന് കെട്ടിപ്പിടിച്ചു. എൻ്റെ പൊന്നുമോളെ, നിന്നെപ്പോലൊരാളെയാണ് ഫുഡ് ഹാളിൽ ഞാൻ തേടിക്കൊണ്ടിരുന്നത്. വൃത്തിയും മെനയും സൗന്ദര്യമുള്ളൊരു പെണ്ണിന് തന്നെ വേണം. അതുകൊണ്ടാണ് നീ വേറൊന്നും വിചാരിക്കരുത്. ഇവിടുള്ള ആമ്പിളരൊന്നും നിന്നെ ശല്യപ്പെടുത്താൻ വരില്ല. അവരൊക്കെ കുലീന സ്വഭാവമുള്ളവരാണ്. പക്ഷേ അവർ ലുക്കിലും മട്ടിലും ഭാവത്തിലുമൊക്കെ ഒത്തിരി ശ്രദ്ധിക്കുന്ന ആൾക്കാരാണ്. ഒന്നുമില്ല, നല്ല പൊളൈറ്റായിട്ട് നിന്നാൽ മതി. നിനക്ക് വേണ്ടത്ര വിദ്യാഭ്യാസം ഉണ്ടല്ലോ, നിനക്ക് ഇംഗ്ലീഷൊക്കെ പറയാൻ അറിയില്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഒന്നും ഒരു പ്രശ്നമില്ല. അങ്ങനെ നല്ല കോട്ടേഴ്സ് കാണിച്ച് മോളങ്ങ് നിന്നാൽ മതി. ഓക്കെ ചേച്ചി എന്ന് ഞാൻ എന്നോട് പറഞ്ഞു. മല്ലിക ചേച്ചി അവിടുത്തെ കാര്യങ്ങളൊക്കെ എനിക്ക് പറഞ്ഞു തന്നു. അവർ നല്ല മനസ്സുള്ള ഒരു സ്ത്രീയാണ്. എന്തായാലും അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും കാര്യങ്ങൾ ഈസിയാണ്. രാവിലെ 7 മുമ്പ് ഞാനിവിടെ ചെല്ലും. എല്ലാം അറേഞ്ച് ചെയ്ത് വെക്കണം. കോഫി കാണും, പിന്നെ ബുഫേ പോലെ എല്ലാം വെക്കണം. ഇടയ്ക്കിടയ്ക്ക് ചില കാര്യങ്ങൾ നമ്മൾ എടുത്തു കൊടുക്കണം. അത് ഞാൻ എടുത്തു കൊടുക്കുകയും ചെയ്യും. ആദ്യത്തെ ദിവസം എനിക്കൊരു സംഭ്രമം ഉണ്ടായിരുന്നു. പക്ഷേ എൻ്റെ മനസ്സ് പെട്ടെന്ന് കൂളായി മാഡം. കാരണം എന്താണെന്നറിയാമോ, എല്ലാം ചെറുപ്പക്കാരാണ്. അതും സൗന്ദര്യമുള്ളവർ. സൗന്ദര്യമില്ലാത്തവരായിട്ട് ഒറ്റ ആൾക്കാർ പോലുമില്ല. എല്ലാം നല്ല സിനിമയിൽ നിന്നോ സീരിയലിൽ നിന്നോ ഒക്കെ ഇറങ്ങി വന്ന ഒരു പ്രത്യേകതരം ആളുകൾ. ഇത്രയും നാളായിട്ടും ഞാൻ ഇത്രയും സൗന്ദര്യമുള്ള ആണുങ്ങളുടെ കൂട്ടത്തിൽ ഒരിക്കലും ചെന്നിട്ടില്ല. ഇപ്പം നമ്മൾ കല്യാണത്തിനൊക്കെ പോകുമ്പോഴേക്കും 1000 പേര് വന്നു കഴിഞ്ഞാൽ ഒരു 10-50 ചെക്കന്മാരൊക്കെ നല്ല സൗന്ദര്യമുള്ളവരായിരിക്കും. പെണ്ണുങ്ങളുടെ കാര്യവും അങ്ങനെ തന്നെയായിരിക്കും. പക്ഷേ ഇവിടെയില്ലേ, മൊത്തം പേരും സൂപ്പർ ഗ്ലാമർ. എനിക്ക് അന്നേരം ഉണ്ടായ സന്തോഷം, എൻ്റെ കണ്ണിന് കണ്ട കാഴ്ചകൾ എനിക്ക് എങ്ങനെ പറഞ്ഞ് വിവരിക്കണമെന്നറിയില്ല. സത്യം പറഞ്ഞാൽ ഓരോരുത്തരെ കാണുമ്പോഴും ഇല്ലേ, എൻ്റെ കാൽപാദങ്ങൾ മുകളിലേക്ക് അങ്ങ് ഉയർന്നു. ഇത്രയും സൗന്ദര്യമുള്ള ആൾക്കാരെ കാണുമ്പോൾ വേറെ എനിക്ക് തെറ്റായിട്ടുള്ള ചിന്തയൊന്നും ഇല്ലെങ്കിലില്ലേ മാഡം, എനിക്ക് കാണുമ്പോൾ തന്നെ ഇല്ലയോ വല്ലാത്തൊരു ആകാംക്ഷ, ഒരു സന്തോഷം. അവരുടെ ചിരിയൊക്കെ കാണുമ്പോഴില്ലേ എനിക്ക് തന്നെയാണെങ്കിൽ ഒരു സംഭ്രമമോ സന്തോഷമോ ഒക്കെ തോന്നുകയാണ്. പക്ഷേ അവരെല്ലാം എന്നോട് വളരെ മാന്യമായിട്ടാണ് ഇടപെട്ടത്. കളിയും ചിരിയും തമാശകളുമൊക്കെ 2 ആഴ്ച കഴിഞ്ഞപ്പോൾ എന്നോട് പറയാൻ തുടങ്ങി. അവിടില്ലേ, ഓരോ ആണുങ്ങൾക്കും ഓരോ ഓറയാണ്, ഓരോ സ്മെല്ലാണ്. പൗരുഷത്തിന് ഇത്രയധികം വ്യത്യസ്തമായ ഗന്ധങ്ങളുണ്ടെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല. പിന്നെ എൻ്റെ ഹസ്ബൻഡിൻ്റെ കാര്യം, ചില സമയത്ത് സുന്ദരനായിട്ടിരിക്കും എന്ന് തോന്നും, ചില സമയത്ത് മുഷിഞ്ഞിരിക്കുകയാണ്. നമുക്ക് ഒരു ഇംപ്രഷൻ തോന്നില്ല. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. എല്ലാവരും നീറ്റ് ആൻഡ് ക്ലീൻ. നമുക്ക് ഒരു രീതിയിലും വൃത്തിയുടെ കാര്യത്തിലോ എന്തെങ്കിലും ഒരു കാര്യത്തിൽ കുറ്റം പറയാൻ ഒന്നുമില്ല. നമുക്ക് തന്നെ ചില ആൾക്കാരുടെ സ്പ്രേ ഒക്കെ ഇങ്ങനെ ശ്വസിക്കുമ്പോഴില്ലയോ അറിയാതവരോട് ഒരിഷ്ടം തോന്നും. ഇത് വായിക്കുമ്പോൾ മാഡമിൻ്റെ തെറ്റിദ്ധരിക്കും. പക്ഷെ അങ്ങനെയല്ല. ചില ആണുങ്ങൾ വന്നിട്ട് ചേച്ചി ഇത്തിരി വെള്ളം എടുത്താ എന്ന് പറയുമ്പോഴില്ലേ എനിക്കറിയില്ല, എനിക്കവരെ ഓടി അങ്ങ് ചെന്ന് ചേർത്തണയ്ക്കാൻ തോന്നുകയാണ്. കാര്യം കണ്ടു തന്നെ എൻ്റെ മനസ്സിലെ കൺട്രോൾ പോയി. മിക്കവാറും ഏതാണ്ട് എല്ലാ ആൾക്കാരും ജാടയില്ലാതെ വന്ന് എന്നോട് സംസാരിക്കും, ചിരിക്കും, എൻ്റെ വീട്ടിലെ കാര്യങ്ങളൊക്കെ ചോദിക്കും. എൻ്റെ പേരാണ് വിളിക്കുന്നത്. എനിക്കും അതിഷ്ടമാണ്. അങ്ങനെ ശരിക്കും പറഞ്ഞാൽ അവിടുത്തെ ജോലി വേറെ എവിടെ പോയെന്ന് പറഞ്ഞാലും എനിക്ക് ഇത്രയും സന്തോഷം കിട്ടുമെന്നറിയില്ല. കാരണം ജോലിപ്പാട് ഇത്തിരി കൂടുതലാണെന്ന് ഞാനങ്ങ് ചിന്തിച്ചാൽ പോലും എനിക്ക് അവിടെ സ്വർഗം പോലെയാണ് തോന്നിയത്. വേറെ ഏതെങ്കിലും പെണ്ണുങ്ങൾക്ക് ഇങ്ങനെ തോന്നുമെന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ സ്ത്രീകൾ പറയുമായിരിക്കും അങ്ങനൊന്നും ഒരു പെണ്ണിനും തോന്നില്ലെന്ന്. പക്ഷേ എനിക്ക് തോന്നി. എനിക്കവിടെ വളരെ കംഫർട്ടബിളായിട്ടും എനിക്ക് കിട്ടിയ ഒരു ഭാഗ്യമായിട്ടാണ് തോന്നിയത്. സത്യം പറഞ്ഞാൽ എൻ്റെ മാനസിക നില തന്നെ മാറിപ്പോയി. ഇത്ര നാളത്തെ കഷ്ടപ്പാടല്ലേ ഞാൻ അടിമുടി മറന്നു. ശരിക്കും ആ ഹോസ്റ്റലിൽ നിന്ന് വരുമ്പോഴേക്കും ഞാൻ പാട്ടും പാടിയാണ് കയറി വരുന്നത്. അമ്മായിമ്മ ചില ദിവസം ചോദിക്കും, എന്താടി പോയടുത്ത് നിനക്ക് വല്ലാത്തൊരിളക്കം, അവിടെ ഭർത്താവിനേക്കാൾ സൗന്ദര്യമുള്ള ആരെങ്കിലും നീ കണ്ടെത്തിയോ, നീ പെണ്ണുങ്ങളുടെ കൂടെ അല്ലേ എന്നൊക്കെ ചോദിക്കും. ഞാൻ പറയും കണ്ടെത്തി.
ഒരു ഗന്ധർവൻ ഇങ്ങനെ ഞാൻ അടുക്കളയിൽ നിന്നപ്പോഴില്ലേ ജനലിൽ കൂടെ പറന്നു പോന്ന് ഞാൻ കണ്ടു. നീ കാണുമടി, കാണും, ഇല്ലാത്തതൊക്കെ നീ കാണും. എൻ്റെ മോൻ അവനൊരു പാവം. പിന്നെ പാവമായ നിങ്ങളുടെ മോനെ 24 മണിക്കൂർ നിങ്ങൾ ഓരോന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇവിടുന്ന് ചാടിച്ചു. അങ്ങനെ കഷ്ടപ്പെടുന്നു. ദേ ഇപ്പം എനിക്ക് കിട്ടുന്ന ശമ്പളം കൊണ്ട് അടിച്ചു പൊളിച്ചു പോകുന്നു. അത് നിങ്ങൾ മറക്കരുത് എന്ന് പറയും. ആ സമയത്ത് കുറേ നേരം മിണ്ടാതിരിക്കും. എങ്കിലും ഞാൻ ഉല്ലസിച്ച് വരുന്നതും ഒരുങ്ങിപ്പോകുന്നതും ഒന്നും ഇഷ്ടമല്ല. മല്ലിക ചേച്ചി എനിക്ക് ലിപ്സ്റ്റിക്കും മേക്കപ്പ് ഐറ്റംസും ഒക്കെ തന്നു. ഇതൊക്കെ ഇടണം മോളെ എന്ന് പറഞ്ഞു. ഞാനാണെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാറൊന്നുമില്ല, എന്നാൽ എനിക്ക് ബേസിക് ഒക്കെ അറിയാം. അങ്ങനെ ഒരുങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും കൂടുതൽ അട്രാക്ഷൻ എനിക്ക് തോന്നിയെന്ന് തോന്നുന്നു. കാര്യം പല ചെക്കന്മാരും വന്ന് എന്നെ സത്യം പറഞ്ഞാൽ അഭിനന്ദിക്കുകയാണ്. ഞാനാണെങ്കിൽ എന്ത് പറയണമെന്നറിയാതെ നിൽക്കുകയാണ്. ഇതിനിടയ്ക്ക് ഒരു പയ്യൻ വന്നിട്ട് മിക്കവാറും ദിവസം എന്നോട് കുസൃതി പറയും. പയ്യെന്ന് പറയാൻ പറ്റില്ല, എന്നേക്കാൾ 1 വയസ്സിനുള്ളത് അത്രേ ഉള്ളൂ. ഹായ് ദേവി, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ? എന്താ? അല്ല, ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാം കൂടെ ഊട്ടി ഒന്ന് കറങ്ങാൻ പോകുന്നുണ്ട്. ദേവി വരുന്നോ എന്ന് ചോദിച്ചു. ഞാനെന്തിനാ നിങ്ങളുടെ കൂടെ ഊട്ടി വരുന്നത്? ഊട്ടിയിലല്ല എന്തിനാ പോകുന്നത്? മഞ്ഞും കുളിരും തണുപ്പും പിന്നെ അവിടുത്തെ സ്ഥലങ്ങളൊക്കെ കാണാം. അല്ലാതെ ആരെങ്കിലും ഏതെങ്കിലും കുന്നിൻ്റെ മുകളിൽ കൊണ്ടുവച്ച് ദേവിയെ ആരതി ഒഴിഞ്ഞ് ആരാധിക്കാനാണ് വിളിക്കുന്നത് എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ ദേവിയൊന്നുമല്ല, എൻ്റെ പേര് ദേവിക. അങ്ങനെ വിളിച്ചു കഴിഞ്ഞാൽ ഒരു കായ്ക്കൊരു പ്രശ്നമുണ്ട്. ഇതിപ്പം ദേവി എന്ന് വിളിക്കുമ്പോൾ ഒരു ചെല്ലപ്പേര് പോലെ തോന്നും. പിന്നെ ചില സമയത്ത് ദേവിയാണെന്ന് ഞങ്ങൾക്കൊക്കെ തോന്നിയിട്ടുമുണ്ട്. ഞാൻ പറഞ്ഞപ്പോൾ ഒന്ന് കളയാക്കാതെ. ദേവി, ഞാനാണെങ്കിൽ സീരിയസ് ആയിട്ടാണ് പറഞ്ഞത്. ഞങ്ങളോട് വരുന്നോ? കംഫർട്ടബിൾ ആയിരിക്കും. ഇവിടെ ഇങ്ങനെ ആൺ പെൺ വ്യത്യാസങ്ങളൊന്നുമില്ല. അടിച്ചു പൊളിച്ച് നമുക്ക് തിരിച്ചു പോരാം. പിന്നെ ഇടയ്ക്ക് ദേവി ഒന്ന് കടാക്ഷിച്ച് കഴിഞ്ഞാൽ വല്ല അനുഗ്രഹങ്ങളും കിട്ടുവാണെങ്കിൽ ഓക്കെ, ഇല്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ലെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, എന്താ ഉദ്ദേശിച്ചത്? അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ടും അവൻ പറയുകയാണ്, ദേവി കടാക്ഷിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഞങ്ങളുടെ കൂടെ കൂടിക്കോ, ഒരു പ്രശ്നവുമില്ല, ഞങ്ങളുടെ കൂടെ കൂടിക്കോ. ഇവിടുന്ന് 1 മാസം കിട്ടുന്ന പൈസ അവിടെ 1 ദിവസം. പിന്നെ വേറെ കടന്നു വെച്ച് കഴിഞ്ഞാൽ എല്ലാ ചിലവും ഞങ്ങളുടെ വക. പക്ഷേ അതിനു മുമ്പ് തന്നെ മല്ലിക ചേച്ചി എനിക്ക് വാണിംഗ് തന്നിരുന്നു. ഇങ്ങനെയൊക്കെ സൊള്ളാൻ പല ആൾക്കാർ വരും. കാര്യം അവർക്ക് പണമൊന്നും ഒരു പ്രശ്നമല്ല. നിനക്ക് താല്പര്യമുണ്ടെങ്കിൽ, സിറ്റുവേഷൻ അനുകൂലമാണെങ്കിൽ മാത്രം നീ നിൻ്റെ കാര്യം നോക്കുക. അല്ലെന്നുണ്ടെങ്കിൽ എലിക്കും മുള്ളിനും കേടില്ലാതെ ചിരിച്ച് തമാശ പറഞ്ഞ് അങ്ങ് ഒഴിവാക്കി വിടുക. അല്ലാതെ എതിരിടാനോ വഴക്കുണ്ടാക്കാനൊന്നും പോകരുത്. വലിയ സത്യഭാമ കളിക്കുകയും ചെയ്യരുത് എന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, പിന്നെ തമാശ പറയാതെ 24 മണിക്കൂറും ഹസ്ബൻഡ് എന്നെ നോക്കിയിരിക്കണം. അന്നേരമാണ് ഞാൻ ഊട്ടിലും കൊടൈക്കനാലിൽ വരുന്നത് എന്നൊക്കെ പറഞ്ഞ് ഞാൻ തള്ളിക്കളഞ്ഞു. പിന്നെ വേറൊരാളും ഇതുപോലെ ഒരു ട്രിപ്പിന് വരുന്നു എന്നുള്ള രീതിയിൽ ചോദിച്ചു. കാര്യം അവരൊക്കെ റിലാക്സേഷന് വേണ്ടിയിട്ട് എവിടെയൊക്കെ യാത്ര ചെയ്യുന്നവരാണ്. പിന്നെ ഒരു ദിവസം ചേച്ചി ഞങ്ങൾ തമ്മിൽ ഒന്നിച്ചിരുന്ന് കഴിഞ്ഞപ്പോഴേക്കും കുറേ കാര്യങ്ങൾ പറഞ്ഞു. മോളെ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. നിനക്കറിയാമോ, എനിക്ക് 50 വയസ്സുണ്ട്. പക്ഷേ എന്നോടും ആരാധന ഉള്ള ഒത്തിരി ചെക്കന്മാർ ഇവിടെയുണ്ട്. അപ്പോൾ ചേച്ചി എന്ത് ചെയ്യും? പകൽ സമയത്തൊക്കെയല്ലേ എനിക്കാണെങ്കിൽ ഒരു സമയമുള്ളൂ. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നറിയാമോ, 4 മണിയാകുമ്പോഴേക്കും വൈകുന്നേരത്തെ കാര്യങ്ങളൊക്കെ റെഡി ആയി കഴിഞ്ഞല്ലേ, ചിലപ്പോൾ ഞാൻ 5 മണിയാകുമ്പോൾ പാക്ക് ചെയ്തിട്ട് അങ്ങ് ഇറങ്ങും. പിന്നെ ഇവിടെ ആരെങ്കിലും നിൽക്കാറുണ്ട് നേരത്തെ. ആ സമയത്തൊക്കെ ചില ആൾക്കാരുണ്ട്, അവരുടെ ഷിഫ്റ്റ് കഴിഞ്ഞ് വരും. അങ്ങനെയുള്ളപ്പോൾ അവരുടെ കൂടെ ഞാനൊന്ന് ചുറ്റിക്കറങ്ങും. മാക്സിമം ഒരു 8 മണി വരെ, അത്രയേ ഉള്ളൂ. അത് കഴിഞ്ഞ് സേഫായിട്ട് അവരെന്നെ വീട്ടിലെത്തിക്കും. ചേച്ചി, ആരെങ്കിലും അറിഞ്ഞാൽ ആരും അറിയരുത്. അതാണ് നമ്മുടെ മിടുക്കം. പിന്നെന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാലോ, ഏതെങ്കിലും രീതിയിൽ ആരെങ്കിലും സാഹചര്യങ്ങൾ കണ്ടാലോ നമ്മൾ എന്തെങ്കിലും കള്ളക്കഥ പറഞ്ഞ് ശരിയാക്കണം. മോളെ, ഇതിനകത്ത് 2 ഗുണങ്ങളുണ്ട്. ഒന്ന്, സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത സൗന്ദര്യമുള്ള ആണുങ്ങളാണ് നമ്മളെ വിളിക്കുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണം അവർക്കൊരു പ്രശ്നമേ ഇല്ല. അവർക്ക് റിലാക്സേഷനാണ് ആവശ്യം. നമ്മൾ ഇതൊക്കെ എത്ര കടമ്പകൾ കണ്ടുവന്നതാണ്. നിന്റെ കാര്യം പറയുകയാണെങ്കിൽ നീ ഇപ്പോഴും കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ഉടച്ചിലും തട്ടാത്ത ഒരു പെണ്ണാണ്. നിനക്കാണെങ്കിൽ കുട്ടികളുമില്ല. നിന്നെ കണ്ടു കഴിഞ്ഞാൽ കല്യാണം കഴിഞ്ഞതാണെന്ന് പോലും പറയില്ല. നീ ഇപ്പം ഈ സിദ്ധൂരക്കുറി തൊട്ട് വരുന്നതുകൊണ്ടാണ് കല്യാണം കഴിഞ്ഞെന്നുള്ളൊരു കാര്യം. പിന്നെ താലി, അതല്ലാതെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നിനക്കെന്താ, നീ ഇപ്പോഴും കോളേജിൽ പോകുന്നൊരു പെണ്ണിനെ പോലെയാണ്. ഞാൻ പക്ഷേ അങ്ങനെയല്ല. എന്നിട്ടും എനിക്ക് വർഷാവർഷം എത്രയോ അനുഭവങ്ങൾ. അപ്പോൾ നിൻ്റെ അടുത്ത് ആളുകൾ വന്ന് അവർ ആഗ്രഹം പ്രകടിപ്പിക്കുന്നതിൽ ഒരു തെറ്റ് പറയാനില്ല. പിന്നെ അത് മാത്രമല്ല, ഇവരൊക്കെ കുറച്ച് മോഡേൺ ആണ്. അതുകൊണ്ട് ചോദിക്കാനൊന്നും ഒരു മനസ്സിക്കിടവ് അവർക്കില്ല. മറ്റാണുങ്ങളെപ്പോലെയല്ല, ഒട്ടും ഷൈ ആയിട്ടുള്ള ആളുകളല്ല അവർ എന്ന് ചേച്ചി പറഞ്ഞു. പിന്നെ വേറൊരു കാര്യം, ആരും നിന്നെ നിർബന്ധിക്കുകയില്ല, അല്ലെങ്കിൽ നിനക്ക് പ്രശ്നം ഉണ്ടാക്കുകയില്ല. അവർ മാന്യമായിട്ട് ചോദിക്കുക മാത്രമേ ഉള്ളൂ.
പിന്നെ എനിക്കാണെങ്കിൽ പ്രശ്നമില്ല, റിസ്ക് ഇല്ല, കാര്യം ഇത്രയും പ്രായമായല്ലോ, എല്ലാം സ്റ്റോപ്പ് ചെയ്താണ്. നിനക്ക് പക്ഷേ ഇതുവരെ കുട്ടികളൊന്നും ഇല്ലാത്തതുകൊണ്ട് നീ ശ്രദ്ധിക്കണം, കാര്യം അബദ്ധം പറ്റിക്കഴിഞ്ഞാൽ അത് കുഴപ്പമാകും. അതുകൊണ്ട് നിന്നോട് ഞാൻ കൂടുതൽ പ്രോത്സാഹനമൊന്നും പറയുന്നില്ല. പക്ഷേ മോളെ, രംഗത്തിറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് ഇവിടുന്ന് നല്ലൊരു സേവിങ്സ് ഉണ്ടാക്കി തന്നെ പോകാം. പിന്നെ സേവിങ്സിനേക്കാൾ വലിയൊരു കാര്യമുണ്ട്. എന്താ ചേച്ചി? അപ്പം ചേച്ചി ചട്ടുകം എടുത്ത് കാണിച്ചിട്ടുണ്ട് പറഞ്ഞു. ആ, ഇങ്ങനെ പലതരം ചട്ടുകങ്ങൾ വേണമല്ലോ മോളെ പാചകം ചെയ്യാൻ എന്ന് പറഞ്ഞതുപോലെ നമുക്ക് ആ കലകളിൽ പലതരം ചട്ടുകങ്ങളും കൊണ്ട് പാചകം ചെയ്യാം എന്ന് പറഞ്ഞ് ചേച്ചി പൊട്ടിച്ചിരിച്ചു. പിന്നെ മോളെ, നമ്മുടെ വീട്ടിലെ ഭർത്താക്കന്മാരുടെ മുഖത്ത് നോക്കിക്കഴിഞ്ഞാൽ എന്താടി, എന്തേലും ഉണ്ടോ? ഇവിടുത്തെ ചെക്കന്മാരുടെ മുഖത്ത് നോക്ക്, എന്താ സൂര്യൻ ഉദിച്ച് നിൽക്കുകയല്ലേ? ഒരു ഭാഗ്യമല്ലേ അത്? ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരു സ്ത്രീ ജന്മത്തിൽ ഇത്രയും സൗന്ദര്യമുള്ള ആളുകളോട് കഴിയുന്നത് എന്ത് ഭാഗ്യമാണെന്ന്. ദൈവമേ, ഞാൻ വന്ന് കയറി കാല് വെച്ചപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയ കാര്യമാണ് ചേച്ചി പറഞ്ഞത്. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ചേച്ചി ഇവിടെ നന്നായൊന്ന് വിളയാടി നിൽക്കുന്ന ഒരു മിടുമിടുക്കിയാണ്. ഞാൻ ചേച്ചിയോട് പറഞ്ഞു, ഓ ചേച്ചിയുടെ അത്ര ധൈര്യമൊന്നും എനിക്കില്ല, എൻ്റെ മനസ്സ് വേറെ രീതിയിലാണ് എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഒഴിഞ്ഞു. പക്ഷേ പോകെ പോകെ എൻ്റെ ജീവിതത്തിൻ്റെ കൺട്രോൾ തന്നെ നഷ്ടപ്പെട്ടു പോകുകയായിരുന്നു. കാര്യം പലപ്പോഴും പലരും വന്ന് കുസൃതികൾ പറയുകയാണ്. ഹസ്ബൻഡാണെങ്കിൽ മാസത്തിൽ ഒരു ദിവസം വരും. മടിയും മറ്റു പല കാര്യങ്ങൾക്കുള്ള മടിയും അങ്ങനെ വിട്ടുപോകുന്നില്ല. അതുകൊണ്ട് തന്നെ എൻ്റെ ജീവിതം ആമ്പലും വെള്ളവും പോലെ പോവുകയാണ്. പക്ഷേ ഇത്രയും കൂട്ടത്തിന് നടുക്ക് ഞാൻ നിൽക്കുമ്പോൾ എൻ്റെ മനസ്സിൽ തളിരിട്ട മോഹങ്ങൾ എങ്ങനെയാണ് ഞാൻ വെറുതെ വേണ്ടാന്ന് വെക്കുക? അതുകൊണ്ട് തന്നെ ആദ്യം ചോദിച്ച അവനില്ലേ, അവൻ്റെ പേര് നവീൻ. നവീൻ എന്നോട് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ പറഞ്ഞു, ആ എനിക്ക് ഇനി ഊട്ടിലും കൊടൈക്കനാലിലൊന്നും വരാൻ പറ്റില്ല, വേണമെന്നെങ്കിൽ ഇവിടെ അടുത്തെങ്ങാനും പോയാണെങ്കിൽ ഞാൻ വന്നേനെ എന്ന് പറഞ്ഞു. അടുത്തെവിടെ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ആ ഒന്നും അറിയാത്ത മോനൊന്നും അല്ലല്ലോ, ഈ പറഞ്ഞ പോലെ എനിക്ക് വൈകുന്നേരം ആയിക്കഴിയുമ്പോഴേക്കും 7:30 ആകുമ്പോഴേക്കും വീട്ടിൽ ചെല്ലണം, അവിടെ ഭർത്താവ് അമ്മായിമ്മയൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും, ഓ അത്രയുള്ള പ്രശ്നം, അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഓക്കെ ആണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഓക്കെയാണ്, പക്ഷേ എന്ന് വെച്ചിട്ട് പ്രശ്നമൊന്നും ഉണ്ടാക്കരുത്, ഒരു പ്രശ്നവുമില്ല, സർവത്ര സേഫ് ആയിരിക്കും എന്ന് പറഞ്ഞു. അവനല്ലേ ആദ്യം എന്നോട് വന്ന് സംസാരിച്ചത്, അപ്പോൾ അവന് വേണ്ടേ ഞാൻ ആദ്യമായിട്ട് ഒരു സൗഹൃദം കൊടുക്കാൻ. അവൻ ആദ്യം പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നേ. എന്തായാലും അവൻ നല്ലൊരു ഹോട്ടലാണ് അറേഞ്ച് ചെയ്തിരുന്നത്. അവിടെ ചെന്നപ്പോഴേക്കും എനിക്ക് സംഭ്രമം ഉണ്ടായിരുന്നു. ഒന്നുകൊണ്ട് പരിഭ്രമിക്കേണ്ട, മറ്റുള്ളവരെ പോലെയല്ല, പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല, പക്ക നമ്മൾ നമ്മളുടെ കാര്യങ്ങൾ നോക്കിക്കഴിയുക, ശേഷം നമ്മൾ നമ്മളുടെ ജോലികളിൽ പ്രവേശിച്ച് നമ്മളുടേതായ രീതിയിൽ മാനേജ് ചെയ്ത് പോവുക, അത്രയേ ഉള്ളൂ. പക്ഷേ ആദ്യ ദിവസം എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നെങ്കിലും അത്രയും സൗന്ദര്യമുള്ള ഒരാളുടെ സ്നേഹലാളനകൾ അതെന്നെ ഉന്മാദിനിയാക്കി. ഉന്മത്ത പർവ്വതത്തിൻ്റെ മുകളിൽ നിന്നും ഞാൻ താഴേക്ക് ചാടുന്നത് പോലെ എനിക്ക് തോന്നി. അഗ്നിപർവ്വതത്തിൽ ലാവ തിളച്ചൊരുകുന്നതും പൊട്ടിത്തെറിക്കുന്നതും ഞാൻ സ്വപ്നം കണ്ടിട്ടുണ്ട്. പക്ഷേ സ്വപ്നം ചിലർക്ക് ചില കാലം ഒത്തിടും എന്ന് പറഞ്ഞതുപോലെയായിരുന്നു എൻ്റെ ആദ്യത്തെ അനുഭവം. എനിക്ക് ആ പേടി മാറിയതിൽ പിന്നെ അവൻ എന്നെ വിളിക്കുന്ന സമയത്തൊക്കെ ഞാൻ ടൈം അഡ്ജസ്റ്റ് ചെയ്തിട്ട് എൻ്റേതായ വഴിക്ക് പോകും. അതിൽ നിന്ന് ഒത്തിരി റിലാക്സേഷൻ എനിക്ക് കിട്ടി. എൻ്റെ ദാമ്പത്യ ജീവിതത്തിൽ ഇല്ലാത്ത പല മറുകരകളും ഞാൻ കണ്ടു. പല ചുഴികളിലും കൂടി ഞാൻ തുഴഞ്ഞ് മറുകര എത്തി. പിന്നെ 1 പോയി 2 പോയി 3 പോയി മുത്തുകോരി എന്നല്ലേ, അങ്ങനെ 1, 2, 3 ഒക്കെ കഴിയുമ്പോഴേക്കില്ലേ മനസ്സിൽ നിന്ന് ഭയം അങ്ങ് പോകും, ഇളക്കങ്ങൾ കൂടുകയും ചെയ്യും. പിന്നീട് ഓഫറുകൾ എനിക്ക് തള്ളിക്കളയാൻ പറ്റില്ല. ആടിത്തള്ളുവടിക്ക് ആളുകൾ ഓടിക്കയറുന്ന പോലെയായിരുന്നു എൻ്റെ ജീവിതം. അത് പണമുണ്ടാക്കാനും ഞാൻ വേറൊരിടത്ത് അത് ഹസ്ബൻഡ് അറിയാതെ സമ്പാദിച്ചു വെക്കാനും എനിക്ക് നല്ലൊരു ഡെപ്പോസിറ്റ് ഉണ്ടാക്കാൻ കാര്യമായി. മല്ലിക ചേച്ചിയോട് പിന്നെ യഥാർത്ഥ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ചേച്ചിയും എന്നെ ഒത്തിരി സഹായിച്ചു. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതത്തിൻ്റെ രസാവഹമായ കാര്യങ്ങൾ ഞാൻ തൊട്ടറിയുകയായിരുന്നു. എന്നാലും ഇടയ്ക്ക് എൻ്റെ കണക്കുകൂട്ടലുകൾ ഒന്ന് തെറ്റി മാഡം. കാര്യം എല്ലാം പ്രശ്നത്തിലായി. ഞാൻ ഛർദ്ദിച്ചു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് കാര്യങ്ങൾ മനസ്സിലായത്. പക്ഷേ എൻ്റെ അമ്മായിമ്മ അത് കണ്ടുപിടിച്ചു. അവർ ക്വസ്റ്റ്യൻ ചെയ്തു. ഞാൻ പറഞ്ഞു അങ്ങനൊന്നുമില്ല, പഴകിയ ഭക്ഷണം കഴിച്ചിട്ടാണെന്ന്. പക്ഷേ അവർ അത് സമ്മതിച്ചില്ല. നിനക്ക് പ്രശ്നമല്ലേ, നീ എന്തോ കോൾ ഒപ്പിച്ചിട്ടില്ലേ എന്നൊക്കെ ചോദിച്ചു. എനിക്കും അത് മനസ്സിലായി.
കാര്യം കിറ്റ് വെച്ച് നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും കാര്യങ്ങൾ ഇങ്ങനെയായി. എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അവസാനം എനിക്ക് അമ്മായിമ്മയോട് തുറന്നു പറയേണ്ടി വന്നു. ഞാൻ ജെൻസിൻ്റെ ഹോസ്റ്റലിലാണ്, ഇങ്ങനെയൊക്കെ സംഭവിച്ചു എന്ന് പറഞ്ഞു. അവരാണെങ്കിൽ എന്നെ ഇനി പറയാനൊന്നുമില്ല. പക്ഷേ ഇനി എൻ്റെ ജീവിതം കുളമാകും. മല്ലിക ചേച്ചിയോട് പറഞ്ഞത് മാനേജ് ചെയ്താൽ മതിയെന്ന് എൻ്റെ മനസ്സ് പറഞ്ഞിരുന്നു. പക്ഷെ എന്ത് ചെയ്യാനാണ്, ഇവർ കണ്ടുപിടിച്ചു. ഇനിയിപ്പം എല്ലാം കൈവിട്ടു പോയി. പക്ഷേ ഒത്തിരി എന്നെ വഴക്ക് പറഞ്ഞെങ്കിലും ഇത്തിരി കഴിഞ്ഞപ്പോഴേക്കും അമ്മായിമ്മ പറഞ്ഞു, ശരി ഞാൻ നിൻ്റെ കൂടെ വരാം, എൻ്റെ മകൻ അറിയാതെ എല്ലാം ഒഴിവാക്കാമെന്ന് പറഞ്ഞു. അവരെങ്ങനെ കൂടെ വരുമെന്ന് എനിക്കറിയില്ലായിരുന്നു. പക്ഷേ അവർക്ക് ഞാൻ വിചാരിച്ചതിനേക്കാളും പിടിപാടുണ്ടായിരുന്നു. അവർ തന്നെ ഒരു ഡോക്ടർ എന്നെ കൊണ്ട് കാണിച്ചു. എന്തായാലും സേഫായിട്ട് ആ കാര്യങ്ങൾ ഒഴിവായി കിട്ടി. എന്നോട് പറഞ്ഞു, നീ ശ്രദ്ധിക്കണം. ഞാൻ ഓർത്തു ഇനി എന്നോട് ജോലിക്ക് പോകണ്ടെന്ന് പറയുമെന്ന്. പക്ഷെ അമ്മായിമ്മ പറഞ്ഞു, നിന്നെ ഞാൻ എൻ്റെ മകൻ്റെ ഭാര്യയാണെന്നുള്ളത് മറന്ന് സഹായിച്ചു. അപ്പോൾ നീ എനിക്ക് സഹായം ചെയ്യണം. അമ്മ എന്തായി പറഞ്ഞത്? നീ മാത്രം അങ്ങനെ ചുറ്റിക്കറങ്ങി നടന്നാൽ മതിയോ? എനിക്കും ആഗ്രഹമുണ്ട് മോളെ, നീ അത് റെഡിയാക്കി തരണം. എങ്കിൽ ഞാൻ ഓക്കെ. ഇല്ലെന്നുണ്ടെങ്കിൽ നിൻ്റെ ഹസ്ബൻഡിനോടും നിൻ്റെ അമ്മയോടുമെല്ലാം ഞാൻ പറയാൻ പോവാണ്. അതിനുള്ള തെളിവുകളും ബാക്കി കാര്യങ്ങളും നിൻ്റെ സംഭാഷണങ്ങൾ പോലും എൻ്റെ കയ്യിലുണ്ടെന്ന് പറഞ്ഞു. ഉണ്ടോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ഞാൻ എന്ത് ചെയ്യും? അവസാനം ഞാൻ കാര്യങ്ങളെല്ലാം മല്ലിക ചേച്ചിയോട് പറഞ്ഞു. ആ ചേച്ചി പറഞ്ഞു, നിൻ്റെ അമ്മായിയമ്മയെ എൻ്റെ അടുത്തേക്ക് വിട്ടേരും. കാര്യം അവരും ഞാനും ഏകദേശമൊക്കെ ഒത്തുപോകും. എൻ്റെ അടുത്ത് വരുമ്പോഴേക്കും ആ സൗഹൃദം ഞാൻ അങ്ങോട്ട് വഴിതിരിച്ചു വിടാൻ മോളെന്ന് പറഞ്ഞു. ഷോ, എനിക്കത് കേട്ടപ്പോഴാണ് ഒരാശ്വാസമായത്. അങ്ങനെ മല്ലിക ചേച്ചിയെ അമ്മായിയമ്മയെ ഞാൻ പരിചയപ്പെടുത്തി. അത് കഴിഞ്ഞതിൽ പിന്നെ അമ്മായിയമ്മയ്ക്ക് ഇവിടെ ഇരിക്കപ്പുറത്തിയില്ല. മല്ലിക ചേച്ചി അമ്മായിയമ്മയും കൂടെ ഒറ്റക്കെട്ടായിട്ട് ഈ വീട്ടിൽ മിക്കപ്പോഴും കാണില്ല. എൻ്റെ ഭർത്താവ് ഇപ്പോൾ ചോദിക്കാൻ തുടങ്ങി, അമ്മയുടെ പോവുകയാണ്, എന്താണ് ഇത്ര ബിസി എന്നൊക്കെ. ഞാൻ പറഞ്ഞു, എനിക്കറിയില്ല, അമ്മയുടെ ഇഷ്ടത്തിന് പോകുന്നു എന്ന്. ഇപ്പോൾ വന്നുവെന്ന് എനിക്ക് തോന്നുന്നു. ഹസ്ബൻഡും എൻ്റെ അമ്മയൊക്കെ ഇതറിയുമെന്ന്. കാര്യം എൻ്റെ അമ്മയോടൊക്കെ വിളിച്ച് ഹസ്ബൻഡ് കുറ്റം പറയുകയാണ്, ഞാൻ അമ്മയെ ശ്രദ്ധിക്കുന്നില്ല, അമ്മ കറങ്ങി നടക്കുകയാണെന്നൊക്കെ. എൻ്റെ അമ്മയാണെങ്കിൽ എന്നോട് എന്താടി, എന്താ അവിടെ നടക്കുന്നത് എന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു, എനിക്കറിയില്ല, എൻ്റെ അമ്മായിമ്മ എവിടേക്ക് ഇറങ്ങിപ്പോകുന്നു, അതിനിപ്പോൾ ഞാൻ എന്ത് ചെയ്യാനാണ്, അവരുടെ ഇഷ്ടമല്ലേ എന്നൊക്കെ ഞാനിങ്ങനെ പറഞ്ഞു നിന്നു. എന്നാലും കുറേ നാൾ കഴിയുമ്പോഴേക്കും ഈ കാര്യങ്ങളൊക്കെ ആരെങ്കിലും അറിയുമോ എന്ന് എനിക്കിപ്പോൾ തോന്നുന്നു. റിസ്ക് ആണെന്ന് എനിക്കറിയാം മാഡം, പക്ഷേ നിർത്താനും പറ്റുന്നില്ല. ഞാൻ എന്താ ചെയ്യേണ്ടത്? ഒത്തിരി സന്തോഷമുള്ള കാര്യമാണ്, പക്ഷേ അത് സംഘർഷവും ഉണ്ടാക്കുന്നു. എന്ത് ചെയ്യണം മാഡം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം ഞാൻ എപ്പോഴും പറയാനുള്ളൊരു കാര്യമാണ്, ഇതൊക്കെ ഓക്കെയാണ്. നമ്മുടെ സമൂഹത്തിൽ പല കാര്യങ്ങൾക്കും കുറച്ച് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. പിന്നെ നമ്മുടെ മനസ്സിൻ്റെ ഇഷ്ടം, നമ്മുടെ ആഗ്രഹങ്ങൾ സാധിക്കുക, ഇതൊന്നും വേണ്ട നമുക്ക് ആരോടും പറയാൻ പറ്റില്ല. പക്ഷേ കുടുംബജീവിതത്തിനും സാമൂഹ്യ ജീവിതത്തിന് അത് എതിരായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും ഒരു അവസരത്തിൽ മതി, ഇത്രയൊക്കെ ആയല്ലോ, ഇത്രയൊക്കെ അനുഭവങ്ങൾ ഉണ്ടായല്ലോ, മതി, ഇനി വേണ്ട എന്നുള്ള രീതിയിൽ നമുക്ക് അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി വേണം. അല്ലാതെ അഴിച്ചുവിട്ട പട്ടം പോലെ നിങ്ങൾ പോകരുത്. അമ്മായിയെന്ന് പറഞ്ഞ സ്വതന്ത്രമായ ഒരു സ്ത്രീയാണ്, അവർക്ക് ചിലപ്പം എന്തെങ്കിലും പറയാൻ പറ്റും. പക്ഷേ എന്നാലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെയുള്ള കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ബന്ധങ്ങൾ അവസാനം പറഞ്ഞു വരുമ്പോഴേക്കും നിങ്ങൾക്ക് നാണക്കേടിനെ ഇടവരുത്തുകയുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ജീവിതത്തിൽ ഒത്തിരി കാര്യങ്ങൾ അനുഭവിച്ചു, അതേപോലെ തന്നെ കുറേ സമ്പാദിച്ചു. അങ്ങനെയുള്ളപ്പോൾ ഇത് കണ്ടിന്യൂ ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് നല്ലൊരു ഭാര്യയായിട്ട് കഴിയാം. പിന്നെ അമ്മയുടെ കാര്യമാണെങ്കിൽ അമ്മ എങ്ങനെയെങ്കിലും മാനേജ് ചെയ്തോളും. അത് അമ്മയോട് പറയുക. കാര്യം ജീവിതത്തിൽ കുറേ കാര്യങ്ങൾ മാനേജ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അൺകൺട്രോൾഡായിട്ട് നമുക്ക് നിയന്ത്രിക്കാൻ പറ്റിയില്ലെങ്കിൽ അതിന് കൗൺസിലിങ്ങോ മറ്റു കാര്യങ്ങളോ ഒക്കെ ആശ്രയിക്കേണ്ടി വരും. പക്ഷേ എന്നാലും നല്ല ബുദ്ധി ഉണ്ടെങ്കിൽ നമുക്ക് പലപ്പോഴും നമ്മുടെ കാര്യങ്ങളെ കൺട്രോൾ ചെയ്യാൻ പറ്റും. മിതമായ രീതിയിൽ ജീവിതം കൊണ്ടുപോകാനും ദാമ്പത്യ ജീവിതത്തിന് തകർച്ച ഇല്ലാതിരിക്കാനും നമ്മുടെ മനസ്സിൻ്റെ ശക്തി സഹായിക്കും.